പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങൾ. ഇന്ന് ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളിൽ അതിഥിയായി എത്തുന്നത് നിർമ്മാതാവും നാടകപ്രവർത്തകയും അഭിനേത്രിയുമായ സന്ധ്യ രാജേന്ദ്രൻ. സ്റ്റുഡിയോയിൽ ഒപ്പം മനേഷ് MP. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളുടെ ഈ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നാടകപ്രവർത്തക, നടി, നിർമ്മാതാവ്, അങ്ങനെ നിരവധി വിശേഷണങ്ങളുള്ള ഒരു ബഹുമുഖ പ്രതിഭയാണ് ഇന്ന് നമ്മുടെ അതിഥി ശ്രീമതി സന്ധ്യ രാജേന്ദ്രൻ. സ്വാഗതം മാഡം. നമസ്കാരം. ഇന്ന് ഏറ്റവും പുതിയ വിശേഷം എന്ന് പറയുന്നത് അടുത്തിടെ തിയേറ്ററിലും OTT-ലും ഒക്കെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള പൊന്മാൻ എന്ന സിനിമയിൽ ആഗ്നസ് എന്ന് പറയുന്ന കഥാപാത്രത്തെ കേരളം മൊത്തം കൊണ്ടാടുന്ന ഒരു സമയം കൂടിയാണ്. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് പൊതുവേ ഒരുപാട് പേരുടെ മനസ്സിൽ വന്നൊരു ചോദ്യം, എവിടെയായിരുന്നു ഇതുവരെ എന്നാണ്. എവിടെയായിരുന്നു? ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, പക്ഷെ കണ്ട് പിടിക്കാനും കണ്ടെത്താനും ഇത്തിരി ഡിലേ ആയിരുന്നുള്ളൂ. ഇടയ്ക്കൊക്കെ ഇങ്ങനെ വന്നിരുന്നെങ്കിലും പ്രേക്ഷക മനസ്സിലേക്ക് കടന്നു കയറാൻ ഒരു സമയം ഇപ്പോഴാണ് വന്നതെന്നുള്ളത്. സ്ഥിതി എനിക്ക് തോന്നുന്നു 2003 പുറത്തു വരുന്നത്. 22 വർഷം കഴിഞ്ഞു അടുത്തൊരു സിനിമ ചെയ്യാൻ. എന്തുപറ്റി ഇത്രയും വലിയൊരു ഇടവേള? അല്ല, ഞാൻ ബിസി തന്നെയായിരുന്നു. നാടകത്തിൻ്റെ ബിസി ഉണ്ടായിരുന്നു. പിന്നെ ടെലിവിഷൻ രംഗത്ത് ഞങ്ങൾക്ക് വലിയൊരു പ്രൊഡക്ഷൻ ഹൗസുണ്ട്, അഡ്വർടൈസ്മെൻറ്റ് വിങ്ങുണ്ട് ഇതിൻ്റെ കീഴിൽ. അപ്പം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കി നടത്തിയിരുന്നത്. പക്ഷേ നമ്മുടെ മനസ്സിനകത്ത് കിടക്കുന്ന ഒരു കൊതിയുണ്ടല്ലോ, ഈ അഭിനയിക്കണം എന്നുള്ള ചില ക്യാരക്ടേഴ്സൊക്കെ കാണുമ്പോൾ അത് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ മനസ്സിൽ കൊതിച്ചിട്ടുണ്ട്. ഞാൻ ചിലതൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, നാടകത്തിലും സീരിയലിൽ അങ്ങനെയൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. സിനിമ പിന്നെ നമുക്ക് റീച്ചബിൾ അല്ലായിരുന്നല്ലോ, അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു കൊതിക്കുന്നൊരു ഇത് കിട്ടുക എന്നുള്ളത് വലിയ പ്രശ്നമാണ്. എന്നാലും ഈ ആക്ടേഴ്സ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ വായിച്ചു കഴിഞ്ഞപ്പോൾ കൊതിച്ചു പോയി. ഇതിൻ്റെ സംവിധായകൻ ജ്യോതിഷ് ശങ്കർ കാളിദാസ കലാകേന്ദ്രത്തിൻ്റെ ഭാഗമായിരുന്ന ആളാണ്. അത് തന്നെയായിരുന്നു ഇതിൽ ആദ്യത്തെ അട്രാക്ഷൻസ്. ജ്യോതിഷ് ശങ്കർ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ സിനിമ ചെയ്യുന്നു, ആദ്യം ഫോൺ ചെയ്തിട്ട് ഒന്ന് കാണണമെന്നുണ്ട്. അപ്പോൾ വർഷങ്ങളായി ഞാൻ കണ്ടിട്ട്, പക്ഷേ ഞങ്ങൾ തമ്മിൽ ടച്ചുണ്ട്. അവൻ ചെയ്യുന്ന ചില സിനിമകളുടെ ഈ മിനിയേച്ചറൊക്കെ എനിക്ക് എൻ്റെ മകനുമായിട്ട് നല്ല അടുപ്പമായിരുന്നു. അപ്പം മകന് കൊടുത്തു വിടും ആ സെറ്റിൻ്റെ മിനിയേച്ചറൊക്കെ. അപ്പോൾ അതും ഭയങ്കര കാര്യമായിട്ട് ഞാനത് സൂക്ഷിച്ച് വെക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ മോനെൻ്റെയൊക്കെ പറഞ്ഞു, അമ്മയൊന്ന് കാണണമെന്ന് പറയുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ കൊല്ലത്ത് വന്ന് കാണുമായിരിക്കും, വരാൻ പറയാമെന്ന് പറഞ്ഞു. പക്ഷെ ഇവൻ വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞാനൊരു സിനിമ സംവിധാനം ചെയ്യുകയാണ് ചേച്ചി എന്ന് പറഞ്ഞപ്പം ഞാൻ വെച്ച് അനുഗ്രഹം മേടിക്കാൻ വന്നതല്ലേ. അപ്പം ഞാൻ ശരി, സന്തോഷം എന്ന് പറഞ്ഞപ്പോൾ ഈ ബുക്ക് തന്നു. അപ്പോൾ ഈ എഴുത്തുകാരൻ നമുക്ക് പ്രിയപ്പെട്ട ആളാണ്, അയാളുടെ നോവലുകളൊക്കെ നോവലേറ്റ്സും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു, ചേച്ചി അതൊന്ന് വായിക്കണേ, അതിൽ ആഗ്നസ് എന്നൊരു ക്യാരക്ടറുണ്ട്, ചേച്ചിയെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പം എൻ്റെ മനസ്സങ്ങ് നിറഞ്ഞു. കാരണം നമ്മളോട് അനുവാദം പോലും ചോദിക്കാതെ നമ്മളെ കാസ്റ്റ് ചെയ്യുക. ഒരാൾ ഫസ്റ്റ് മൂവി കിട്ടുമ്പോൾ ഫസ്റ്റ് കാസ്റ്റ് ചെയ്യുന്ന ക്യാരക്ടർ എൻ്റെയാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി എന്നിൽ അത്രമാത്രം ആൾക്ക് വിശ്വാസം ഉണ്ടെന്ന് പറയുന്നത് തന്നെ നമുക്ക് വലിയൊരു സന്തോഷമുള്ള കാര്യമായിരുന്നു. ഇത് അജേഷിൻ്റെയും സ്റ്റെഫിയുടെയും സ്വർണത്തിൻ്റെയും ഒക്കെ കഥയാണെങ്കിലും ഇതിനെല്ലാം കോർത്തു കൊണ്ടുപോകുന്ന ഒരു നൂല് പോലെയാണ് ആഗ്നസ് നിൽക്കുന്നത്. ആഗ്നസ് ബേസിക്കലി നിസ്സഹായിയാണ്, പക്ഷേ ഫാമിലി എന്ന് പറയുന്നതിന് ആഗ്നസ് അങ്ങനെ തന്നെ ചേർത്ത് പിടിക്കുന്നുണ്ട്. പ്രത്യക്ഷപ്പെടുന്ന ഒരു രംഗത്തിൽ പോലും പെർഫോമൻസ് ഇല്ലാത്ത രംഗങ്ങളില്ല. അത് പല രീതിയിലാണ്. വളരെ ഹെവിയായി തോന്നിയ നിമിഷങ്ങളുണ്ട്. എങ്ങനെയായിരുന്നു ഇതിനുള്ളൊരു ഒരുക്കം? വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനകത്ത് പതിയുമല്ലോ ഈ ക്യാരക്ടർ എന്താണ് എന്നുള്ളത്. പിന്നെ അവർ ഫുൾ സ്ക്രിപ്റ്റായിരുന്നു. അവരൊരു 5 വർഷമായിട്ട് ഇതിന് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇന്ന സീനിൽ ഒരു കാറ്റ് വരികയും കാറ്റത്തൊരു മുടിയിഴ പറന്ന് മുഖത്ത് വീഴുകയും ചെയ്യും, അങ്ങനെ വരെ ഡയറക്ടർ മനസ്സിലുണ്ട്. അപ്പം മേക്കപ്പ് ടെസ്റ്റ് നടത്തിയ ജ്യോതിഷ് വന്നിട്ട് പറഞ്ഞു, ചേച്ചി ഇവിടുത്തെ കുറച്ച് നരച്ച മുടി ഇങ്ങനെ വേണം, അത് കാറ്റത്തിങ്ങനെ കടൽക്കാറ്റ് ഇട്ടിട്ടിങ്ങനെ ഒന്ന് പറക്കണം മുഖത്തോട്ട്. ഞാൻ വിചാരിച്ചു ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇവൻ ചിത്രകാരനാണ്, ആർട്ട് ഡയറക്ടറാണ്, അതുകൊണ്ട് ഇവരെ മനസ്സിൽ മുഴുവൻ ചിത്രങ്ങളായിട്ട് തന്നെ അതുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ശരിയാണല്ലോ എന്ന് വിചാരിച്ചു. പിന്നെയും ഞാൻ ഈ നോവൽ വായിക്കുകയായിരുന്നു. വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനകത്ത് ആഗ്നസിൻ്റെ സംഘർഷങ്ങളും നിസ്സഹായ അവസ്ഥയും, പക്ഷെ അവർക്കൊരു ഉള്ളിലൊരു കനലുണ്ട്, അത് എപ്പോൾ വേണേലും ആളിക്കത്താം. ഇപ്പം അതിനകത്തൊരു സീനിൽ ആദ്യ രാത്രിക്ക് കാവൽ നിൽക്കുന്നുണ്ട്. അപ്പം അജേഷ് വരുന്നു, അജേഷിനെ തടുക്കുന്നുണ്ട് ഈ സ്ത്രീ. ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡേ ഉള്ള അവർ എനർജി ലെവലിൽ നിൽക്കുന്നത്, പെട്ടെന്ന് അവർ നിസ്സഹായ അവസ്ഥയിലോട്ട് പോകണം. പക്ഷേ ഇവൻ മുമ്പോട്ട് വന്നാൽ ആ സ്ത്രീ ചിലപ്പോൾ അത് എതിർക്കും. അതിനുള്ള ഒരു തരിക്കനൽ ഉള്ളിൽ കിടപ്പുണ്ട് സ്ത്രീയുടെ.
കുറച്ച് സ്ട്രോങ് ആണ് ആള്, എന്നാൽ നിസ്സഹായ അവസ്ഥയിലുമാണ് അവർക്ക്. പക്ഷെ അവർ ഈ പറഞ്ഞ ആത്മാഭിമാനമുള്ള സ്ത്രീയാണ്. ഈ കടം വീട്ടണം എന്നുള്ളത് കൊണ്ടാണ് അവർ ബോട്ട് മുതലാളിയുടെ ഭാര്യയൊക്കെ ആയിരുന്നു അവർ. മക്കൾ രണ്ടുപേരും ഈ പറഞ്ഞ കണക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ഒന്നും സമ്പാദിക്കാതെ കുടുംബം നോക്കാതിരിക്കുമ്പോൾ ഒരു നിസ്സഹായ ഒരു വിധവയായ സ്ത്രീ എന്ത് ചെയ്യാനാണ്? മറ്റ് വരുമാന മാർഗ്ഗമില്ല, വാടക വീട്. അപ്പോൾ ഇവർ ഈ അജേഷിൻ്റെ കടം വീട്ടാൻ വേണ്ടി ഈ സ്ത്രീ ചെറിയൊരു കടയിൽ പാത്രം കഴുകുന്നുണ്ട്, ചായക്കടയിൽ. ഹോട്ടലിൽ നിന്നും പറയുമ്പോൾ ഒരു ചായക്കടയിലെ പാത്രം കഴുകാൻ വരെ അത്രമാത്രം ഒരു താഴ്ന്ന ലെവലിൽ ജോലി ചെയ്യാൻ ആ സ്ത്രീ സന്നദ്ധയാവുന്നത് അവരിലുള്ള ഒരു ആത്മാഭിമാനത്തിന് വേണ്ടിയിട്ട്. നേരത്തെ സൂചിപ്പിച്ച സീനിൽ ആകെ മോനെ എന്ന് പറയുന്ന ഒരു ഡയലോഗ് മാത്രമേ ഉള്ളൂ. അതിലാണ് ആ മുഴുവൻ ക്യാരക്ടറിൻ്റെ പെട്ടെന്ന് മിന്നിമാഞ്ഞ് പോകുന്നതും ഒക്കെ. അത് അതിൻ്റെ ഒരു ഷൂട്ടിംഗ് പ്ലാൻ ആ ദിവസങ്ങളൊന്നും ഓർക്കാമോ? കഥാപരമായിട്ട് ആ സമയം എന്ന് പറയുന്ന അർദ്ധരാത്രിയാണ്. ഒരു പക്ഷേ ഒരു 2 ഉറക്കം കഴിഞ്ഞിട്ടുള്ളൊരു ടൈമാണ്. അപ്പോഴും മണിയറയുള്ള ലൈറ്റ് ഓഫായിട്ടില്ല, നിഴലുകൾ കാണാം. അതേ സമയത്ത് തന്നെയാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അപ്പം എല്ലാം ഒത്തിണങ്ങി ഒരേ കണക്ക്. അങ്ങനെ ആ ഡയറക്ടർക്ക് അതൊക്കെ നിർബന്ധമുണ്ടായിരുന്നു. അത് ഈ കഥയിൽ ഏത് സമയമാണോ ആ സമയം തന്നെ. അപ്പോൾ ആ ഒരു കടലിൻ്റെ അടുത്തല്ലേ, രാത്രി ഒരു സമയമൊക്കെ കഴിയുമ്പോൾ കടലിൽ നിന്ന് വരുന്ന ഒരു കാറ്റിൻ്റെ ഒക്കെ വേറൊരു ടേസ്റ്റാണ്. പകൽ അടിക്കുന്ന കണക്കല്ല, അല്ലെങ്കിൽ സന്ധ്യയ്ക്ക് അടിക്കുന്ന കണക്കല്ല. ഒരു തണുപ്പും ഒരു കുളിരും ഒക്കെ. പക്ഷേ അവിടെ പോലെ നിന്ന് ഈ വെന്തുരുകുമല്ലേ ഇവർ. ജ്യോതിഷൻ്റെയൊക്കെ പറഞ്ഞു വരുന്നത് ഫോഴ്സിലാണ്, പക്ഷേ ഇവൻ്റെ മുഖത്ത് ഇവന് ഫേസ് ചെയ്യാൻ പറ്റില്ല. ഇവന് നമ്മൾ വാക്ക് പറഞ്ഞൊരു കാര്യം നടത്തിയിട്ടില്ല. ഒരു അമ്മയുടെ ഏറ്റവും വലിയൊരു നിസ്സഹായ അവസ്ഥയാണ്, ഒരു ദയനീയമായ ഒരു അവസ്ഥയാണ് അതെന്ന് പറഞ്ഞു. ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ എനിക്ക് ആ ഒരു എല്ലാവരും എനിക്ക് ചോദിച്ചു കുറച്ചാനും കൂടെ അതൊന്ന് സ്ട്രഗിളൊന്ന് കാണിച്ചു കൊടുക്കുന്നു. ഞാൻ പറഞ്ഞു അമ്മ അങ്ങനെ കാണിക്കാൻ പറ്റില്ല, ജീവിതത്തിൽ കാണിക്കാൻ പറ്റില്ല നമുക്ക്. നമ്മൾ അങ്ങനെ നിൽക്കും. ചിലപ്പോൾ ഈ പറഞ്ഞ കണക്ക് അവ മുമ്പോട്ട് വന്നിരുന്നെങ്കിൽ. അപ്പോൾ എൻ്റെ കൂട്ടുകാരിയുണ്ട് ഗീതാബക്ഷി പറഞ്ഞു ആ പയ്യൻ മുമ്പോട്ട് വന്നിരുന്നെങ്കിൽ കുപ്പിയെടുത്ത് അങ്ങോട്ട് വീശി അടിച്ചേനെന്ന് പറഞ്ഞു. അവൻ്റെ കയ്യിലിരിക്കുന്ന കുപ്പിയെടുത്ത് അടിച്ചേനെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചിലപ്പോൾ ആ ഒരു മാനസികാവസ്ഥയിൽ ഒരു സ്ത്രീ എന്ത് വേണേലും ചെയ്യാം. പക്ഷേ ഈ പറഞ്ഞ കണക്ക് ആ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ നമ്മളിത് രണ്ടും കാണിക്കണം. അത് സ്വാഭാവികമായിട്ടും വന്നു എന്നുള്ളതാണ്. എന്താണോ ഡയറക്ടർ ആഗ്രഹിച്ചത് അത് നമുക്ക് ചെയ്യാൻ പറ്റി. നമുക്ക് തുടർന്ന് സംസാരിക്കുന്നതിന് മുമ്പേ ഒരു പാട്ട് കേൾക്കാം. ഏത് പാട്ടായിരിക്കും ആദ്യം പറയുക? എന്നോട് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇപ്പം പൊന്മാനായത് കൊണ്ട് പൊന്നിൻ്റെ മണമുള്ള കൊല്ലത്തിൻ്റെ ഒരു പാട്ടുണ്ട്, ടൈറ്റിൽ സോങ്. അത് കേൾക്കാം. പൊന്മാനിലെ ആദ്യത്തെ പാട്ട് നമുക്ക് കേൾക്കാം. നമ്മൾ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചു കാളിദാസ കലാകേന്ദ്രം എന്ന് പറയുന്നത് മലയാള പ്രൊഫഷണൽ നാടക ചരിത്രത്തിൻ്റെ തന്നെ ഒരു വളരെ വലിയ ഭാഗമായി നിൽക്കുന്ന, ഇത്രയും കാലം കണ്ടിന്യൂസ് ആയിട്ട് പ്രൊഡക്ഷൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസാണ്. ഏറ്റവും പുതിയ നാടകം, അതിനെക്കുറിച്ചൊന്ന് പറയാം. എഴുത്തുപുരയിലാണ് കാളിദാസൻ്റെ അഭിജ്ഞാന ശാകുന്തളമാണ് പ്രൊഫഷൻ. കാരണം കാളിദാസ കലാകേന്ദ്രം എന്ന് പേരുണ്ടെങ്കിൽ ഇതുവരെ ഞങ്ങൾക്ക് കാളിദാസിനെ പറ്റി ഞങ്ങൾ നാടകം ചെയ്തിട്ടുണ്ട്, പക്ഷേ കാളിദാസൻ്റെ കൃതികൾ ഞങ്ങൾ നാടകമാക്കിയിട്ടില്ല. എന്നും നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും, അതായത് വിദേശത്തുള്ളതായാലും നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിലാണ് ചേട്ടൻ പഠിച്ചത്, അവിടെയുള്ള അദ്ദേഹത്തിൻ്റെ കൊളീഗ്സും ഒക്കെ എപ്പോഴും ചോദിക്കുക എന്നാണ് നിങ്ങൾ കാളിദാസിൻ്റെ ഒരു നാടകം ചെയ്യുന്നതെന്ന്. ഞങ്ങളങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്ക് ഇനി വൈകണ്ട എന്നൊരു തീരുമാനത്തിൽ ശാകുന്തളമാണ് ദ ബെസ്റ്റ്. അപ്പം ശാകുന്തളം തന്നെ. അതായത് ലോക നാടക ചരിത്രത്തിൽ ഇത്രമാത്രം നാടകീയമായ ചേരുവകൾ ചേർത്ത വേറൊരു കൃതി ഇല്ലെന്നാണ് പഠനത്തിൽ പറയുന്നത്. അപ്പം ശാകുന്തളം എടുക്കാമെന്ന് തീരുമാനിച്ച് ശാകുന്തളമാണ് പുതിയ നാടകം. ഇപ്പോൾ ഫ്രാൻസിസ് ടി മാവേലിക്കർ എഴുതിയ അച്ഛൻ എന്ന് പറയുന്ന നാടകമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത വർഷം ശാകുന്തളമായിരിക്കും. ഇതിന് മുന്നേ അമ്മ എന്ന് പറയുന്ന ഒരു നാടകം വളരെ മാധ്യമ ശ്രദ്ധ ആകർഷിച്ച ഒരു നാടകമായിരുന്നു. ആ നാടകം ഒരുപാട് സ്വീകരിക്കപ്പെടുകയും ചെയ്തു. അതൊരു വിദേശത്തു നിന്നുള്ളൊരു നാടകത്തിൻ്റെ മലയാളീകരണം കൂടിയായിരുന്നു. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചൊന്ന് പറയാമോ? നമ്മൾ അതിന് മുന്നേയും ചെയ്തിട്ടുണ്ട്. മാക്ബത്ത് ചെയ്തിട്ടുണ്ട്, ഷേക്സ്പിയറിൻ്റെ. രമണൻ ചെയ്തിട്ടുണ്ട്, കരുണ ചെയ്തിട്ടുണ്ട്. കൊക്കേഷ്യൻ ചോക്ക് സർക്കിൾ എന്ന് പറയുന്ന നാടകമാണ് അമ്മയായിട്ട് വന്നത്. ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ ചെയ്തിട്ടുള്ള നാടകം. അത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ആക്ടിങ് പാറ്റേൺ എന്ന് വെച്ചാൽ ആ ബ്രെത്തിൻ്റെ ഒരു രീതിയുണ്ട്. ഒരു ഇമോഷൻ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോയില്ല, ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ചെയ്യും. അതാണ് ബ്രെത്തിൻ ആക്ടിങ് സ്റ്റൈൽ, അല്ലെങ്കിൽ ഡയറക്ടോറിയൽ സ്റ്റൈൽ. അങ്ങനെയാണ് അത്. നമ്മുടെ ഓഡിയൻസ് ദഹിക്കാൻ ഇച്ചിരി പ്രയാസമായിരിക്കും, പക്ഷേ അവർക്ക് ദഹിക്കുന്ന രീതിയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ഒരു കൊമേഴ്സ്യൽ വശം കൂടെ നമ്മൾ നോക്കുമല്ലോ. അപ്പോൾ അമ്മ എന്ന് പറഞ്ഞത് ഇപ്പം കാലിക പ്രസക്തിയുള്ളൊരു കാര്യമായിരുന്നു. അമ്മ എന്ന് പറയുന്നത് പ്രകൃതിയാണ്.
ഒരുപാട് നാശനഷ്ടങ്ങൾ പ്രകൃതിക്ക് കൊടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് പല ദുരന്തങ്ങളും വരുന്നത്. അപ്പോൾ അതിനുള്ള ഒരു മുന്നറിയിപ്പ് പോലാണ് അമ്മ. പ്രകൃതി എങ്ങനെയാണ് നമ്മളെ സംരക്ഷിക്കുന്നത്, അതേപോലെ തിരിച്ച് നമുക്ക് പ്രകൃതിയെ സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട്. ആ ക്യാരക്ടറിന് ഞങ്ങൾ പ്രകൃതി എന്ന് തന്നെയായിരുന്നു പേരിട്ടിരുന്നത്. ഒരുപാട് ചർച്ച ചെയ്യപ്പെടുകയും ഒരുപാട് ആളുകൾ സംസാരിക്കുകയും ചെയ്ത നാടകമായിരുന്നു. സ്കൂൾ ഓഫ് ഡ്രാമയിലെ പഠനം, നാടകം വീട്ടിൽ തന്നെ ഉണ്ട്. നാടകാചാര്യനായ ഉമാധവന്റെ മകളാണ്. പഴയ തലമുറയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും മുതിർന്ന നടിയായിട്ടുള്ള വിജയകുമാരി മകളാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നിട്ടും അഭിനയം തിയററ്റിക്കലായിട്ട് പഠിച്ച ആദ്യത്തെ ബാച്ചുകളിൽ ഒരാളാണ്. എന്നിട്ടും അഭിനയത്തിന്റെ വഴി തിരഞ്ഞെടുത്തില്ല എന്ന് പൂർണ്ണമായും അല്ല എങ്കിലും അങ്ങനെ എക്സ്പ്ലോർ ചെയ്തില്ല അഭിനയത്തിന്റെ വഴി. ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞ സമയത്താണ് സ്കൂൾ ഓഫ് ഡ്രാമ തുടങ്ങുന്നത്. അപ്പോൾ ശങ്കരപ്പിള്ള സാറും അച്ഛനും തമ്മിൽ ഭയങ്കര കൂട്ടായിരുന്നു. അപ്പോൾ പറഞ്ഞിങ്ങനെ നാടകം പഠിപ്പിക്കുന്ന ഒരു കോളേജുണ്ട്, പഠിക്കാൻ പോകുന്നുണ്ടോ? തൃശ്ശൂരാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കൊല്ലം വിട്ട് ദൂരോട്ട് പോകണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു മനസ്സിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പോകാം, ഞാൻ പോയി പഠിക്കാമെന്ന് പറഞ്ഞു, എനിക്കിഷ്ടമാണെന്ന് പറഞ്ഞു. അങ്ങനെ കൊടുത്തു. എനിക്ക് വലിയ പ്രയാസമില്ലാതെ തന്നെ അഡ്മിഷൻ കിട്ടി. ആകെ 15 കുട്ടികൾക്കേ ഉള്ളൂ അഡ്മിഷൻ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ കുറേ ആൾക്കാരൊക്കെ വന്നിരുന്നു. പക്ഷേ ഞങ്ങൾ 2 പെൺകുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. ഗീത ARൽ വർക്ക് ചെയ്തിരുന്ന ആളാണ്. വലിയ പ്രയാസമില്ലാതെ എനിക്ക് അഡ്മിഷൻ കിട്ടിയത് കൊണ്ടാണ് എനിക്കൊരു ലാഘവത്വമായിരുന്നു. ഒരു സീരിയസ് അപ്രോച്ച് എനിക്കില്ല. കാരണം ഞാൻ അവിടെ എന്തോ ഒരു സ്റ്റാറിനെ പോലായിരുന്നു അച്ഛൻ്റെ കെയർ ഓഫിൽ. പഠിപ്പിക്കാൻ വരുന്ന ഗസ്റ്റ് ലെക്ചേഴ്സൊക്കെ എന്നെ കാണുമ്പം എന്നെ വീട്ടിൽ വിളിക്കുന്ന തങ്കച്ചി തങ്കച്ചി എന്ന് വിളിക്കുമ്പം കൂടുള്ളവർ ഞാനൊരു 5 അടി പൊക്കത്തിലാവും. അപ്പോൾ ആ ഒരു പത്രാസിലൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ആദ്യം നമുക്ക് സാൻസ്ക്രിറ്റ് തിയേറ്ററാണ് പഠിക്കേണ്ടത്. അതൊക്കെ പഠിക്കും. ഞാൻ വളരെ കെയർലെസ് ആയിട്ടാണ് ഇരുന്നത്. പിന്നെ അവിടുത്തെ നാടകങ്ങളിൽ നമ്മൾ അഭിനയിക്കാൻ തുടങ്ങിയപ്പോഴാണ് പതുക്കെ നമ്മളിലേക്ക് വരുമായിരുന്നു സീരിയസ് അപ്രോച്ച്. ശരിക്കും പറഞ്ഞാൽ ഫൈനൽ ഇയറിൽ ആൻറ്റിഗണി, മായ താങ്ബർഗ് എന്ന് പറഞ്ഞ സ്വീഡിഷ് ഡയറക്ടറാണ്, അവർ ആൻറ്റിഗണി ചെയ്യുമ്പോഴാണ് എന്നെ വെള്ളം കുടിപ്പിച്ചിരുന്നത്. അതുവരെയൊക്കെ നമ്മളോട് സോഫ്റ്റ് കോർണറാണ് വരുന്നവർക്കൊക്കെ. അതുകൊണ്ട് നമ്മൾ ചെയ്യുമ്പം ആരും ഒന്നും പറയില്ല, ഓക്കെയാണ്, ഞാൻ ഓക്കെയാണ്, അത്രയേ ഉള്ളൂ. അല്ലാതെ എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് ഒന്നുമില്ല, ഓക്കെയാണ്. പിന്നെ അവിടെ വേറെ പെൺപിള്ളേരും ഇല്ല. അതുകൊണ്ട് നമ്മളങ്ങ് വലിയ സ്റ്റാറായിട്ട് നിൽക്കുകയാണ്. പക്ഷെ മായ വന്നിട്ട് മായ പറഞ്ഞു എനിക്ക് ശബ്ദം പോരാ, ശബ്ദം വേണം, ശബ്ദം കുറവാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അത്ഭുതം, എൻ്റെ ശബ്ദം ഏത് മൂലയിൽ ചെന്നാലും റീച്ചബിളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ശബ്ദം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം സന്ധ്യ, കുറച്ച് നല്ല കയറ് വേണമെന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു ഞാൻ വെച്ചാൽ മദാമ്മ ചോദിച്ചല്ലേ, ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള കയറ് വർക്ക് റൂമിൽ പോയിട്ട് ഇതൊക്കെ എടുത്ത് കൊടുത്തു. ഇവരെന്നെ കൊണ്ടുപോയി ക്യാമ്പസിൻ്റെ പുറത്ത് വന്നു. അത് മുഴുവൻ മുളങ്കാടുകളുണ്ട് സൈഡിൽ. ആ മുളങ്കാടിലോട്ട് പോയിട്ട് അവർ പിന്നെ നമുക്ക് ഇവിടുന്ന് സന്ധ്യയുടെ കൈ ഒന്ന് കെട്ടിയിടാന്ന് പറഞ്ഞു. ഞാൻ അവനെന്താ, അപ്പോഴൊക്കെ എനിക്ക് തമാശയാണ് ഉള്ളിൽ. കൈ ഇവർ കെട്ടിക്കഴിഞ്ഞിട്ട് ഇവർ പറഞ്ഞു ഞാൻ ആ ടെറസിൻ്റെ മുകളിൽ പോയി നിൽക്കാം കേട്ടോ, സന്ധ്യ ഇവിടെ നിന്ന് എന്നെ മായാന്ന് വിളിച്ചാൽ മതി, അപ്പം ഞാൻ ഇറങ്ങി വന്ന് തുറക്കാം. അപ്പം ഞാൻ ഓക്കെ പറഞ്ഞു. ദൈവമേ, ഞാൻ അവിടെ നിന്നുകൊണ്ട് മായാന്ന് വിളിച്ചിട്ട് ഇവർ കൂട്ടുകാരോട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഇവർ നമ്മളെ നോക്കുന്നില്ല. എൻ്റെ ശബ്ദം ഇവർക്ക് കേൾക്കുന്നില്ല. അതുകൊണ്ടാണ് ഇവരെന്നെ നോക്കാത്തത്. പിന്നെ നമ്മളറിയാതെ നമുക്കൊരു സ്ട്രഗിൾ ഇങ്ങനെ വരുവാണ്. പിന്നെ എനിക്കങ്ങ് പേടിയത്തെ അവിടെ മുഴുവൻ പാമ്പുകളാണ്. അപ്പോൾ ഈ മുളങ്കാടെന്ന് പറഞ്ഞാൽ ഈ പാമ്പിൻ്റെ സങ്കേതം. അപ്പോൾ ഈ കരിയിൽ അനങ്ങുമ്പോൾ നമുക്ക് ഭയമാണ് പാമ്പാണോന്ന്. അപ്പോൾ ആ ഭയവും ഈ കെട്ടിയിട്ടിരിക്കുന്ന പിന്നെ ഒരു നാണക്കേടിൻ്റെ ഭയങ്കര പ്രശ്നം. അപ്പം ഞാൻ നോക്കുമ്പോൾ ശങ്കരപ്പിള്ള സാറ് ടെറസിൽ വന്ന് നിൽക്കുന്നുണ്ട്. സാറിൻ്റെ തല കുനിഞ്ഞിട്ട് സാറ് തിരിച്ചു പോകുന്ന എനിക്ക് കണ്ടു. എനിക്ക് താങ്ങാൻ പറ്റില്ല. അതിന് മുന്നൊക്കെ ഞാൻ പറഞ്ഞു ഓമാധവൻ്റെ മകളോടാണോ കളി എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. അവന്മാരൊക്കെ ചിരിക്കുന്നുണ്ട് കൂട്ടുകാരൊക്കെ. പക്ഷേ സാർ അങ്ങനെ പോയപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ അച്ഛനെ ഓർത്ത് ഇവിടെ ഞാൻ തോറ്റുപോയാൽ പിന്നെ ജീവിതത്തിൽ ഞാൻ ജയിക്കില്ല എന്ന് എനിക്ക് തോന്നി. പിന്നെ ഞാൻ എല്ലാം മറന്നിട്ട് ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ട് അവിടെ നിന്നുകൊണ്ട് ഞാൻ മായ എന്നെ തുറന്നു വിടൂ എന്ന് പറഞ്ഞപ്പോൾ മായ നോക്കി തുറന്നു വിടാൻ പറഞ്ഞു. ആൻറ്റിഗണിയുടെ ഫസ്റ്റ് സീൻ അവളെ കൊല്ലാൻ കൊണ്ടുവരികയാണ്. ഒരു കാളവണ്ടിയിൽ ചുറ്റും കെട്ടിയിട്ടിട്ട് പഴന്മാർ കൊണ്ടുവരും. അവിടെ നിന്നുകൊണ്ടാണ് ക്രിയോൺ രാജാവിനോട് ഇവൾ അലറി ചോദിക്കുന്നത് എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് എന്നുള്ളത്. അത് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ പറയുന്ന ഇമോഷൻ മെമ്മറി എന്ന് പറയുന്നത്. നമുക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ ആ അനുഭവം നമ്മൾ മനസ്സിൽ ഓർത്തെടുത്തിട്ട് നമ്മുടെ കഥാപാത്രത്തിന് ആവശ്യാനുസരണം ഡോസായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്നിട്ട് പറഞ്ഞ് ഇതാണ് ഞാൻ നിന്നിൽ പരീക്ഷിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ അതെൻ്റെ ജീവിതത്തിൽ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഞാൻ ഒന്നും നിസ്സാരമായി കാണാറില്ല. എല്ലാവരും അറിഞ്ഞിരിക്കണം, ഒന്നും നിസ്സാരമല്ല. എല്ലാത്തിനും അതിൻ്റെതായ പ്രയാസങ്ങളും അത് നമ്മൾ തരണം ചെയ്ത് നമ്മൾ വിജയത്തിലെത്തുമ്പോഴാണ് അതിൻ്റെ ഒരു സുഖം ഭയങ്കരമാണ്. തീർച്ചയായും വളരെ ത്രസിപ്പിക്കുന്ന അനുഭവങ്ങളൊക്കെ കേൾക്കാൻ കഴിയുന്ന ഒരു വലിയ സന്തോഷം. നമുക്കൊരു പാട്ട് കൂടി കേട്ടിട്ട് നമുക്ക് മുന്നോട്ട് സംസാരിക്കാം. ഇനി പറയുവാണെങ്കിൽ ONV മാമൻ്റെ ഉൾക്കടൽ എൻ്റെ കൗമാര സമയത്ത് ഞാൻ കണ്ട സിനിമയാണ്. ആ പ്രായത്തിൽ കാണുന്ന ഏതൊരു പെണ്ണിനും
മനസ്സിൽ ഉൾക്കടൽ പോലെ ഒരു പ്രണയം പൊട്ടിവിടരുന്ന ആ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ആ പാട്ട് കേൾക്കാം. ഇപ്പോൾ നാടകത്തിൻ്റെ കാര്യം പറഞ്ഞു. നാടകത്തിൻ്റെ കാര്യം പറയുമ്പോൾ പുനർജനിയിലെ റോള് ചോദിച്ച് വാങ്ങിച്ചതാണ് എന്ന് കേട്ടിട്ടുണ്ട്. ഇതുവരെ ചെയ്ത കഥാപാത്രങ്ങൾ ഏറ്റവും ഇഷ്ടമുള്ളതാണെന്നും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഒന്ന് ഓർക്കാമോ? അത് ഇവർ രണ്ടുപേരും എൻ്റെ ഫ്രണ്ട്സാണ്. സുധി എൻ്റെ ജൂനിയറായിരുന്നു. രാജി കോളേജിൽ പഠിപ്പിക്കുന്ന സമയത്ത് ഞങ്ങൾക്കൊരു ടെലിവിഷൻ സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ അവളെന്തോ ഡോക്യുമെൻ്റ് എന്തോ ചെയ്തിട്ട് വന്നപ്പോൾ ആളെ കാണുമ്പോൾ ഒരു പ്രത്യേകതയാണല്ലോ. ആ പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ പറഞ്ഞിങ്ങനെ അവർ ഡോക്യുമെൻ്ററി എന്തോ ചെയ്ത് അതിൻ്റെ എഡിറ്റിങ്ങിന് വന്നതെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഞാൻ പരിചയപ്പെട്ടിരുന്നു. പിന്നെയാണ് ഇവർ ഈ പറഞ്ഞ കണക്ക് നിരീക്ഷ എന്ന് പറഞ്ഞ തിയേറ്റർ ഗ്രൂപ്പ് ഉണ്ടാക്കിയെന്നൊക്കെ ഞാൻ നേരിട്ട് അങ്ങനെ ഇവരെ കണ്ടിട്ടില്ല, അങ്ങനെ കാണാനുള്ള അവസരം ഉണ്ടായില്ല. അങ്ങനെ ഒരു പ്രാവശ്യം തിരുവനന്തപുരത്ത് ഗസ്റ്റ് ഹൗസിൽ കണ്ട് വെച്ചിട്ടാണ് ഞാൻ എന്താ കയറുമ്പോൾ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് ഇവർ ഇറങ്ങുന്നത്. അപ്പം ഞാൻ സുധിയെ കണ്ടിട്ട് ഓടിച്ചെന്ന് സംസാരിച്ച് രാജീവിനോട് സംസാരിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അഭിനയിക്കണം, എനിക്ക് വേണ്ടി ഒരു നാടകം എഴുതുന്നു. അപ്പം ഇവരങ്ങ് അത്ഭുതപ്പെട്ടു. ഇവർ പറഞ്ഞു ചേച്ചി വരുമോ? ഞാൻ എനിക്ക് അഭിനയിക്കണം, അതുകൊണ്ടാണ് പറഞ്ഞു എനിക്ക് വേണ്ടി ഒരു നാടകം എഴുതാവോ എന്ന് ചോദിച്ചു. അപ്പം ശരിയെന്ന് പറഞ്ഞു. അപ്പം മാക്ബത്ത് നാടകം ചെയ്യുന്ന സമയം രാപകലില്ലാതെ എൻ്റെ വർക്കായിരുന്നു. ബിഗ് ബഡ്ജറ്റ് ഡ്രാമയായിരുന്നു. ആ നാടകം കഴിഞ്ഞു, ഫസ്റ്റ് സ്റ്റേജ് അവതരിപ്പിച്ചു, നല്ല വിജയമായി. അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, രാജേന്ദ്രനോട് പറഞ്ഞു, ചേട്ടാ ഒരു 2 മാസത്തോളം ഞാൻ ലീവ് എടുക്കുകയാണ്, ഞാൻ ഒരു 2 ആഴ്ച കാണില്ല. അപ്പോൾ പുള്ളി ഇതെവിടെ പോകുന്നു? കാരണം പുള്ളിയെ വിട്ട് നമ്മളെങ്ങും നിന്നിട്ടുമില്ല. പുള്ളി എവിടെ പോയാലും വാലായിട്ടത് ഞാനും കൂടെ പോകുന്നതാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇതണക്ക് നിരീക്ഷയിൽ പോവാണ്, നാടകം ചെയ്യണം, എനിക്കൊരു മനസ്സമാധാനം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു ഓക്കെ പൊയ്ക്കൊള്ളാൻ പറഞ്ഞു, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട് വിട്ടു അങ്ങോട്ട് പോവുകയാണ്. പിന്നെ ഘോരം റിഹേഴ്സലാണ്. ഇവർ പറയുന്ന ഇന്ന പോലെ ഇത്രയും സ്റ്റെപ്പ്, എൻ്റെ മുകളിൽ കയറി ഒരു ഡ്രം ഉണ്ട്, അതിൻ്റെ മുകളിൽ നിന്ന് അങ്ങോട്ട് ചാടി, പിന്നെ ഡാൻസ്, പല ക്യാരക്ടർ ആവണം. ഒരുപാട് ഡെപ്തുള്ളൊരു ക്യാരക്ടറായിരുന്നു പുനർജനിയിൽ ചെയ്തു. ഡൽഹിയിൽ പോവുക, നാഷണൽ ഫെസ്റ്റിവലിന് പോകാൻ വേണ്ടിയിട്ടായിരുന്നു. ചേട്ടൻ കാണാൻ വന്നു, നാടകം കാണാൻ വന്നു. അപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ദൈവം എന്ത് പറയുന്നുള്ളൊരു ടെൻഷനുണ്ട്, ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഞാൻ പോയതല്ലേ. അപ്പോൾ പുള്ളി നാടകം കണ്ടിട്ട് പുള്ളി പറഞ്ഞു നിങ്ങൾ പെണ്ണുങ്ങളെല്ലാം മിടുക്കികളാണ്, നല്ലപോലെ ചെയ്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. രാജിയുടെ സ്ക്രിപ്റ്റ് ഗംഭീരമായിരുന്നു. പറയാ ഭയങ്കരമായൊരു തോട്ടാണത്, അതിന് നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യാതെ പറ്റില്ല കേട്ടോ. പിന്നെ നമ്മളെപ്പറ്റി അങ്ങനെ വലിയ ചേനയെന്നൊന്നും പറയില്ല, കുഴപ്പമില്ലായിരുന്നു നീ എന്ന് പറഞ്ഞു, അത്രയൊക്കെ പറയൂ. ആ അപ്രീസിയേഷനിൽ ഈ ആഗ്നസ് എന്നുള്ള പെർഫോമൻസ് കഴിഞ്ഞപ്പോഴത്തേക്ക് ചെറിയൊരു വ്യത്യാസം വന്നു എന്ന് കേട്ടല്ലോ. അത് എൻ്റെ സിസ്റ്റർ മോളുണ്ടായിരുന്നു, അവർ ലണ്ടനിലാണ്. അപ്പോൾ അവൾക്ക് പറഞ്ഞു നമുക്കൊരു കേക്ക് മേടിക്കണം മോളെ എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ ചോദിച്ചു ആർക്കാ വലിയച്ച കേക്ക്? അത് നമുക്ക് വീട്ടിലോട്ടൊരു കേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഇവൾ ചോദിച്ചു ഞാനിങ്ങനെ പൊന്മാൻ ടീം എന്ന് എഴുതട്ടെ. പൊന്മാൻ ടീം സന്ധ്യ രാജേന്ദ്രൻ എന്ന് എഴുതണം, ഇത് അവൾക്കുള്ളതാണ്. അപ്പോൾ ഓരോ ദിവസം ഞാൻ ഈ ഷൂട്ടിങ്ങിന് പോയി, പാതിരാത്രി മിക്കവാറും നൈറ്റ് ഷൂട്ടിംഗ് അല്ലേ, ലേറ്റ് നൈറ്റ്. അപ്പോൾ അത് കഴിഞ്ഞ് വന്ന് ഞാനൊരു അസ്വാരസ്യങ്ങളോ ഒന്നും വീട്ടിൽ കാണിക്കാറില്ല. എൻ്റെ ജോലി എന്നാലും ഞാൻ ചെയ്യും. എന്തും ഞാൻ കിടക്കുന്നത് ഞാൻ 10-11 മണിയാവും. അന്നുള്ള എല്ലാ കണക്കുകളൊക്കെ നോക്കി എല്ലാം അന്നൊന്ന് ഞാൻ എല്ലാം ചെയ്ത് വെക്കും. ഒന്നും നാളത്തേക്കൊന്നും അവനെ മാറ്റി വെച്ചിട്ടില്ല. പക്ഷെ അതെല്ലാം ചെയ്തിട്ട് അവൾ ഇങ്ങനെ അഭിനയിക്കുകയും കൂടെ ചെയ്തില്ലേ, അവൾ ഇത് ഡിസേർവ് ചെയ്യുന്നുണ്ട്, അവളെ പേര് എഴുതുന്നുണ്ട്. അപ്പോൾ കൊച്ചിനും അങ്ങ് സന്തോഷമായി. കൊച്ചു വന്ന് പറഞ്ഞു അമ്മ വലിയച്ഛത്തേത് ഇത് അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ കേക്ക് എന്ന് പറഞ്ഞു. അമ്മ ഇത് എൻ്റെ അച്ഛനുണ്ടായിരുന്നെങ്കിലും അങ്ങനെ തന്നെയാണ്. ഒരുപാട് നമ്മളെ പുകഴ്ത്തില്ല. അച്ഛൻ പറയും ഞാനങ്ങനെ പുകഴ്ത്തി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വളരില്ല, നിങ്ങളെന്നും വളർന്നുകൊണ്ടിരിക്കണം. അച്ഛൻ്റെ ഒരു വാക്കിന് വേണ്ടി ഇനിയും ഞാൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ ഒരു നല്ല വാക്കിന് വേണ്ടി ഇനിയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കണം എന്ന് നമ്മുടെ മനസ്സിൽ തോന്നില്ല. ഞാൻ എൻ്റെ മകനെയും അങ്ങനെ ഞാൻ പറഞ്ഞു മോനെ ഓക്കെ എന്നേ ഞാൻ പറയുള്ളൂ, കൊള്ളാം എന്നും അങ്ങനെ ഞാൻ പറയും. അപ്പോൾ പിന്നെ നിങ്ങൾ അവിടെ സ്റ്റാഗ്നൻ്റ് ആയിപ്പോൾ അത് വേണ്ട, നിങ്ങളെപ്പോഴും വളർന്നുകൊണ്ടിരിക്കണം. അതുകൊണ്ട് പുകഴ്ത്തലൊക്കെ കുറവ് മതി. നമുക്ക് അടുത്തൊരു പാട്ടിന് കൂടി സമയമായി. ഏത് പാട്ടായിരിക്കും പറയാം? ഞാനേ ഒരിക്കൽ പാർക്കിൽ ഇങ്ങനെ പോയപ്പം കോളേജ് ടൈമാണ്, പാർക്കിൽ പോയപ്പോൾ പെട്ടെന്ന് സന്ധ്യേ എന്നൊരു വിളി. ഞാൻ ഇത് ആരെ എന്നെ വിളിക്കുമ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അതൊരു പാട്ട്. അന്ന് ഈ പാർക്കിലൊക്കെ പാട്ട് വെക്കുമല്ലോ, ഞാനങ്ങ് അത്ഭുതപ്പെട്ടുപോയി. അത് എന്തോ എൻ്റെ ഭാഗ്യം പോലെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ പിതൃതുല്യനായിട്ടുള്ള ONV രാമൻ എഴുതിയ ഗാനമാണത് സന്ധ്യ. ആ പാട്ട് കേൾക്കാം. സെൽ ചൗധരിയുടെ ഇടവത്തിലാണ്. നമുക്ക് ആ പാട്ട് കേൾക്കാം. നമ്മൾ ഇപ്പോൾ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് ഇറങ്ങി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഭിനയം ഒഴികെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും കൈവച്ചു. ഇടയ്ക്ക് ദൂരദർശനിൽ കുറേ പ്രൊഡക്ഷൻസ് ചെയ്തു. മെൻസ് പ്രോഗ്രാമുകളായിരുന്നു കൂടുതലും പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. അക്കാലം ഒന്ന് ഓർക്കാമോ? അന്ന് ഈ ദൂരദർശനിലെന്ന് വെച്ചാൽ ഭയങ്കര സ്ട്രിക്റ്റാണ്, നിങ്ങൾക്കും അറിയാമല്ലോ. ഒരു ഗവൺമെൻറ് സെറ്റപ്പിൽ നമ്മൾ ചെയ്യുമ്പോൾ അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഉണ്ട്. അപ്പോൾ ദൂരദർശനിൽ ഒരിക്കലും ഒരു ഫാഷൻ പ്രോഗ്രാമോ അല്ലെങ്കിൽ ഒരു കുക്കിങ്ങോ ഒന്നും ഇല്ലെന്ന്. സതുദ്ദേശപരമായ ഭഗവത്ഗീത പോലെ ദൂരദർശനം അത് മാത്രമേ കേൾക്കാവൂ, വേറെ
വേറെ നല്ല കാര്യങ്ങൾ മോശമായ കാര്യങ്ങളൊന്നുമില്ല. സീരിയലിൽ പെണ്ണുങ്ങളെ ഉപദ്രവിക്കാൻ പാടില്ല, എടിപൊടി വിളിക്കാൻ പാടില്ല, അങ്ങനെ ഒരുപാട് ഗൈഡ് ലൈൻസ് ഉണ്ട് നമുക്ക്. രുക്മിണി മാഡം ആയിരുന്നു അന്ന് സ്റ്റേഷൻ ഡയറക്ടർ. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ മനസ്സിങ്ങനെ കുറച്ച് ഐഡിയാസ് ഉണ്ട്, വീട്ടിലിരിക്കുന്ന സ്ത്രീകളാണ് കാണുന്നത്, അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ എന്താ മാഡം കൊടുക്കുന്നതെന്ന് വെച്ചാൽ അപ്പം മാഡം പറഞ്ഞു പ്രോജക്റ്റ് ഉണ്ടാക്കി കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ചാരുത ജീവിതം എന്ന് പറഞ്ഞിട്ട് പ്രോഗ്രാം, അത് എങ്ങനെ ജീവിതം സുന്ദരമാക്കാം എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിൽ ഫാഷൻ ഉണ്ട്, ചിലർക്ക് ഭയങ്കര ഹോബി ആയിരിക്കും പെറ്റ്സ്, അതിന് വളർത്തുന്നതുണ്ട്, കുക്കിംഗ് ഉണ്ട്. അങ്ങനെ അതൊരു എനിക്ക് തോന്നുന്നു 10-30-35 പ്രോഗ്രാം ഞാൻ ഡയറക്റ്റ്. അപ്പോൾ ആ മാഡം എൻ്റെ ഒക്കെ പറഞ്ഞു അതൊരു പുരുഷൻ ചെയ്യേണ്ട, സന്ധ്യ തന്നെ ഡയറക്റ്റ് ചെയ്യാവുന്ന. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഡയറക്റ്റ് ചെയ്തോളാം. അപ്പം ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്തു, ഞാൻ തന്നെ പ്രൊഡക്ഷൻ കൺട്രോൾ, ഞാൻ തന്നെ സ്ക്രിപ്റ്റ് ചെയ്യുന്നത്, ഞാൻ തന്നെ ഇത് ആളെ കണ്ടുപിടിക്കുന്നത്. എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ഞങ്ങൾ പോയി കണ്ട്. മംഗലാംകുന്നിൽ ആന വളർത്തുന്ന ഒരാളുണ്ട്, ആ വീട്ടിൽ എന്നും ഉച്ചയാകുമ്പോൾ ഈ ആനകളെല്ലാം ചെല്ലും, അവിടുത്തെ അമ്മ ഉരുട്ടി ചോറ് വായിലോട്ട് വെച്ച് കൊടുക്കുന്നു. ഇതൊക്കെ അത്ഭുതമാണ്. നമ്മളൊക്കെ എന്ന് വെച്ചാൽ ബിസിനസ് പരമായിട്ട് ആനയെ വളർത്തി, ഇത് അങ്ങനെയല്ല, ഇവർ ഓമനകളാണ് ആനകൾ. മംഗലാംകുന്ന്, അപ്പോൾ ഈ മംഗലാംകുന്നെന്ന് പറഞ്ഞിട്ട് ഓരോ ആനയുടെ പേരിൻ്റെ മുന്നേ ഈ മംഗലാംകുന്നെന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആവരുതെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പോയി ഷൂട്ട് ചെയ്തപ്പോൾ ഭയങ്കരമായിട്ട് കത്തൊക്കെ വന്ന്, ആനയാണോ പെറ്റ്, അതാ ഇതാന്ന് പറഞ്ഞു. എപ്പോഴും ഒരു 2 വശം ഉണ്ടല്ലോ. പിന്നെ പാചകം കാണിച്ചപ്പോൾ പറഞ്ഞു ഈ പാചകം എന്ന് പറഞ്ഞാൽ ഇതാണോ അങ്ങനെ ഇങ്ങനെ പറഞ്ഞ ഒരുപാട് ശരങ്ങൾ നമുക്ക് കിട്ടി. പക്ഷെ എന്നാൽ പോലും എല്ലാവരും പിന്നെയും എൻ്റെയൊക്കെ പറയും, ആദ്യമായിട്ട് ഈ ടെലിവിഷൻ ചരിത്രത്തിൽ മലയാളത്തിൽ പാചകം ചെയ്ത്, ഇപ്പം മുക്കിന് എല്ലാത്തിനും പാചകം, അപ്പോൾ ആദ്യം ചെയ്ത ഒരാളാണല്ലോ ഞാനെന്ന് ഇവർക്കും എനിക്ക് ഭയങ്കര സന്തോഷം തോന്നും. അങ്ങനെ ഇതിൽ മാത്രമല്ല ആദ്യമായിരിക്കുന്നത്. ഒരുപക്ഷെ സന്ധ്യാരാജേന്ദ്രൻ എന്ന പേര് കേൾക്കുമ്പോഴത്തേക്ക് ഏഴിലമ്പാലയെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല. അന്ന് വരെ അല്ലെങ്കിൽ പിന്നെയും അങ്ങനെ ഒരു യക്ഷിയെ മലയാള ടെലിവിഷൻ ചരിത്രത്തിൽ മുന്നേയും കണ്ടിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു പ്ലാൻ ചെയ്തത് എങ്ങനെയായിരുന്നു? അടിച്ച ഒരു യക്ഷി ഞാൻ അഭിനയിക്കാൻ പ്ലാൻ ചെയ്തില്ല, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിക്കുന്നു, കഥ കൊണ്ടുവരുന്നു, കഥ വായിക്കുന്നു. അപ്പം ആ കഥ അത്ര അങ്ങോട്ട് തൃപ്തിയില്ല. അപ്പോൾ വേറെ ബാബു പള്ളാശ്ശേരി വരുന്നു. ബാബു പള്ളാശ്ശേരി ഇങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ പുള്ളിക്കാരൻ പറഞ്ഞു, എൻ്റെ അമ്മ ആശുപത്രി കിടന്നപ്പോൾ ഉണ്ടല്ലോ, അടുത്ത് കിടന്ന സ്ത്രീ എങ്ങും മരിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ അമ്മ എന്നും പറയും ആ സ്ത്രീ അടുത്ത് വന്നു, അവർ ഈ സുഖമില്ലാടുന്നുണ്ട്, മുടിയൊക്കെ മുട്ടയടിച്ചിരുന്നു. അപ്പോൾ ഇവരടുത്ത് വന്നിരുന്ന് അമ്മയോടൊക്കെ സംസാരിക്കുന്നതായിട്ട് അമ്മയ്ക്ക് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് ആ റൂമിൽ നിന്ന് എന്ന് പറഞ്ഞപ്പോൾ ഈ മുടി മുട്ടയടിച്ചു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന സ്പാർക്ക് എന്ന് പറയുന്നത്. അതാണ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന ഇവർ കഥയിലോട്ടൊക്കെ കടന്നു. അപ്പം ഞാൻ ചേട്ടനൊക്കെ പറഞ്ഞു, ചേട്ടാ ആ യക്ഷിയായിട്ട് ഞാൻ അഭിനയിച്ചോട്ടെ. അപ്പം ചേട്ടന് പൈസ കൊടുക്കണ്ടല്ലോ, ഇവർക്ക് അഭിനയിച്ചോട്ടെ. പുള്ളിക്കാരൻ അഭിനയിച്ചോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പക്ഷേ മുടി പൊട്ടയടിക്കും, ഞാൻ ബ്ലാക്ക് ഡ്രസ്സായിരിക്കും. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇഷ്ടമുള്ള നിനക്ക് എന്താ തോന്നുന്നു, അങ്ങനെ ചെയ്തു, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചെന്നൈയിൽ മുകേഷ് ചേട്ടൻ്റെ മേക്കപ്പ് മാനൊക്കെ പറഞ്ഞു എനിക്കിങ്ങനെ മുടി മുട്ടയടിച്ച വിഗ് വേണം, പിന്നെ കണ്ണ് ലെൻസ് വെക്കണം. അപ്പോൾ അത് എല്ലാം കൊണ്ടുവരണം. പുള്ളി എല്ലാം കൊണ്ടുവന്ന്, പുള്ളിയായിരുന്നു മേക്കപ്പ്, ബ്ലാക്ക് സാരി, ബ്ലാക്ക് ബ്ലൗസ്. അതൊരു പ്രത്യേകത, ആരും പ്രതീക്ഷിക്കുന്നില്ല യക്ഷിക്കണമെന്ന്. അപ്പോൾ പൂജയുടെ അന്ന് അച്ഛൻ വന്നു. അച്ഛനൊക്കെ പറഞ്ഞ് അച്ഛൻ ഇത്ര മണിക്കാ പൂജയെന്ന് പറയുന്നു. അപ്പം ഞാൻ മേക്കപ്പൊക്കെ ചെയ്തിരിക്കുക. അപ്പോൾ അച്ഛൻ വന്നു. അച്ഛനെ ഇപ്പോൾ ഒരു ജനലിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്ത് നിന്നിട്ടാണ് ഞങ്ങൾ തമ്മിൽ കാണുന്നത്. ജനലിന് പുറത്ത് അച്ഛൻ നിൽക്കുക. അച്ഛൻ എന്നെ നോക്കിയിട്ട് പെട്ടെന്ന് അച്ഛൻ്റെ മുഖം അങ്ങ് മാറി, വല്ലാണ്ട് അങ്ങ് ടെൻഷനും വിഷമമൊക്കെ ആയി. എന്നിട്ട് അച്ഛൻ വേഗം അകത്ത് വന്നിട്ട് എൻ്റെ മുടി നീ എന്തിനാ അങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചു. ഞാൻ അപ്പോഴത്തേക്ക് അങ്ങ് സന്തോഷം. അവൻ സക്സസ്. അച്ഛനൊക്കെ ചേച്ചി എന്ത്? ഞാൻ പറഞ്ഞു അച്ഛൻ ഇത് വിൽക്കുക, ഇതെൻ്റെ മേക്കപ്പാ. ഞാൻ പറഞ്ഞു ഇനി ഞാൻ അഭിനയിച്ചില്ലെങ്കിലും വേണ്ടില്ല, അച്ഛൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിയെങ്കിൽ ഈ കാണുന്ന എല്ലാവരും പിള്ളേരൊക്കെ കത്ത് വരും. കഴിഞ്ഞാൽ നമ്മുടെ അഡ്രസ്സും പറയും, എന്തോ സമ്മാനം അങ്ങോട്ട് കൊടുക്കും. കത്തുകൾ വരും, കുന്നുകണക്കിന് അന്ന് കത്ത് വരുന്നത്. കത്തിലെല്ലാം പിള്ളേർ പറയും ഈ വസന്തസേനയുടെ മൊട്ടത്തല കണ്ട് ഞങ്ങൾക്ക് പേടി ഉറങ്ങാൻ പറ്റുന്നില്ല, ഇത് വൈകുന്നേരം ആക്കി തരും. 10 മണിക്കാണ് ഇത്. 10 മണി കഴിഞ്ഞാൽ പിള്ളേർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. കിടക്കുമ്പോൾ ഈ ചിന്ത വസന്തസേനയുടെ മൊട്ടത്തലയും തടവി വരുന്നത്. അങ്ങനെ എന്തോരം കത്ത്. ഇപ്പോഴും ഞാൻ ആക്ട്രസ്സായിട്ട് അഭിനയിക്കുമ്പോഴും പലരും എനിക്ക് തരുന്ന റിപ്ലൈ ഏഴിലമ്പാലയെ പറ്റിയ. ഇടയ്ക്കൊരു ഇൻ്റർവ്യൂവിന് താഴെ ഒരാൾ കമൻറ്റ് ചെയ്തു, ഈ ആൻറ്റിയല്ലേ മൊട്ടയടിച്ച് വന്നത്, ഞങ്ങളെ പേടിപ്പിച്ചുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് കേട്ടിരുന്നു. അപ്പോൾ ചില കഥാപാത്രങ്ങൾ നമ്മൾ അത്രയും പിന്തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളത്. നമുക്കൊരു പാട്ട് കൂടി കേട്ടാലോ? തീർച്ചയായിട്ടും. അതായത് എനിക്ക് വളരെ ഇഷ്ടം, എപ്പോഴും കേൾക്കാൻ ആഗ്രഹമുള്ള പാട്ടാണ്. രഞ്ജിത്ത് എൻ്റെ ഫ്രണ്ടാണ്, രഞ്ജിത്ത് ഡയറക്ടർ. അവൻ ചെയ്ത സിനിമയാണ്. അതിനകത്ത് മുറ്റത്തെത്തും തെന്നലെ എന്ന് പറഞ്ഞ ഗാനം നമ്മൾ കണ്ണടച്ചിരുന്ന് കേൾക്കണം. ആ പാട്ട് കണ്ണു തുറന്ന് കേൾക്കരുത്. കണ്ണടച്ചിരുന്ന് കേൾക്കുമ്പം ആണുങ്ങളാണെങ്കിൽ ഒരു മുറപ്പെണ്ണിനെ കിട്ടിയിരുന്നെങ്കിൽ തോന്നും, പെണ്ണുങ്ങളാണെങ്കിൽ ഞാനൊരു മുറപ്പെണ്ണാണല്ലോ എന്ന് തോന്നും.
ഒന്ന് കേട്ടു നോക്ക്, കണ്ണടച്ച് കേൾക്കണം കേട്ടോ. ഗംഭീരം. അപ്പം ഞാൻ ഇനി കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് പാട്ട് കേട്ടാം. നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു വന്ന് വീട് നിറയെ കലാകാരന്മാരാണ്. ഏറ്റവും മുതിർന്ന കലാകാരിയെക്കുറിച്ച് ചോദിക്കാതിരിക്കാൻ പറ്റത്തില്ല. അമ്മ എന്ത് ചെയ്യുന്നു? അമ്മ നമ്മളെയൊക്കെ മിടിക്കുകയാണ്. അമ്മ ജീവിക്കുന്നതിന് അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ്. അമ്മയ്ക്ക് എത്ര വയ്യായ്ക വന്നാലും അമ്മ നമുക്ക് നാളെ ഷൂട്ടിംഗ് ഉണ്ടല്ലോ, അപ്പം ഇങ്ങനെ കിടന്നാലും എങ്ങനെ ഐ എം ഓക്കേ എന്ന് ചാടി എണീക്കും. എന്നിട്ട് രാവിലെ വന്നു കഴിഞ്ഞാൽ ഗുഡ് മോർണിംഗ് എന്ന് പറയും. ആ ശബ്ദം എവിടെ കേൾക്കുമെന്ന് അറിയോ? 4 വീട് അപ്പുറം വരെ കേൾക്കും. അത്രയും എനർജിയാണ് പുള്ളിക്കാരത്തി. അദ്ദേഹം ഈ അടുത്ത കാലത്ത് ചെയ്ത എല്ലാ സിനിമകളിലും ഉള്ളതുപോലെ തന്നെ എനർജറ്റിക് ആയിട്ട് പേഴ്സണലി കണ്ടപ്പോഴും പരിചയപ്പെട്ടപ്പോഴും ഒക്കെ തോന്നിയിട്ടുണ്ട്. പ്രൊഡക്ഷനിലേക്ക് വരുമ്പോൾ 2 സിനിമകളാണ് പ്രൊഡ്യൂസ് ചെയ്തത്. പിന്നെ സിനിമകളുടെ കാര്യങ്ങളിലേക്ക് വന്നില്ല, കൂടുതലും ടെലിവിഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് നിൽക്കുന്നത്. സിനിമകൾ ഇനി ഉണ്ടാകുമോ? സിനിമകൾ ഇനിയും ഉണ്ടാവും. അതിൻ്റെ ചർച്ചയിലെ കാര്യങ്ങളിലുണ്ട്. സീരിയൽ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കണക്ക് പിന്നെ നമുക്ക് ഈ ചുറ്റും നടക്കുന്നതൊന്നും അറിയില്ല. ഒരേ സമയം 3 സീരിയൽ ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തിരുന്നു. ഇപ്പോൾ കന്യാദാനം എന്ന് പറഞ്ഞ് പോകുന്ന സീരിയൽ എന്ന് പറഞ്ഞാൽ 1500 എപ്പിസോഡ് കഴിഞ്ഞു. ഓരോ ദിവസവും നമുക്ക് ഈ പറഞ്ഞ കണക്ക് ആളുകളെ പിടിച്ചിരുത്താൻ എന്തൊക്കെ നമ്മൾ ചെയ്യണം എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ അതിനകത്ത് ഒരു കഥാപാത്രം നന്നാവാൻ സമ്മതിക്കില്ല. നന്നായാൽ ആ പ്രാവശ്യം റേറ്റിംഗ് പോയി. അങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. സിനിമയെക്കുറിച്ച് പറഞ്ഞില്ല. സിനിമ പ്രോജക്റ്റുകൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. മകന് ഡയറക്റ്റ് ചെയ്യണമെന്നൊരാഗ്രഹം പറഞ്ഞിരുന്നു. ആലോചനയിലാണ്. ഇനി അടുത്തൊരു സിനിമയ്ക്ക് ഞങ്ങൾ 2 പതിറ്റാണ്ട് കാത്തിരിക്കേണ്ടി വരുമോ? അത് വേണ്ടി വരില്ല. ഇനി എനിക്ക് അധികം സമയമില്ലല്ലോ. അയ്യോ, അങ്ങനെയൊന്നും പറഞ്ഞൂടാ എൻ്റെ അമ്മേ. അല്ല, ഞാൻ പറഞ്ഞത് ഈ പ്രായം ഒരു പ്രശ്നമാണല്ലോ. പിന്നെ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ പറഞ്ഞ കണക്ക് എൻ്റെ മകൻ ചെറുതായിരുന്നു. പിന്നെ ഹസ്ബൻഡ് അഭിനയിക്കാൻ പോവും, രാഷ്ട്രീയത്തിലുണ്ട്. അപ്പോൾ അവർക്ക് ചെയ്യാനുള്ളൊരു സ്വാതന്ത്ര്യം ഞാൻ കൊടുത്ത് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തു. ഇപ്പം അവരെല്ലാം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പ്രാപ്തരാണ്. അന്നേരം എനിക്ക് കുറേ സമയം കിട്ടുന്നുണ്ട്. അപ്പം എനിക്കിഷ്ടപ്പെട്ട ജോലി ചെയ്യാൻ എൻ്റെ മകൻ തന്നെയാണ് പറഞ്ഞത്, അമ്മ അഭിനയിക്കണം, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യം അമ്മ ചെയ്യും. അതിൻ്റെ ഒരു ആഹ്ലാദം അമ്മയുടെ മുഖത്ത് കാണുന്നുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ മരുമകളും പറഞ്ഞു, അമ്മ ധൈര്യമായിട്ട് പോയി അഭിനയിക്കും, ഇതൊക്കെ നടക്കും അമ്മ, അമ്മയുടെ തോന്നല്ല അമ്മ ഇല്ലെങ്കിൽ ഇത് നടക്കില്ല, ഇതെല്ലാം നടക്കും, അമ്മയ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞു. മുകേഷ് ഏട്ടൻ ഈ റോള് കേട്ടിട്ട് ഇനി അഭിനയിച്ചില്ലെങ്കിൽ തല്ലും എന്നൊക്കെ പറഞ്ഞു കേട്ടല്ലോ. മുകേഷ് ഏട്ടന് ഏറ്റവും വിഷമമായിരുന്നു ഞാൻ ഈ അഭിനയിക്കാതെ ഇരിക്കുന്നതെന്ന്. എൻ്റെ ഭർത്താവിൻ്റെ എൻ്റെ മകൻ്റെ മാത്രമല്ല എൻ്റെ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും എന്നിലൂടെയാണ് പോകുന്നത്. മുകേഷ് ഏട്ടൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കും, അതൊന്ന് ചെയ്തു കൊടുക്കണം, അല്ലെങ്കിൽ അത് ഇന്ന പോലെ അവളെ കണ്ടാൽ അത് സംസാരിക്കണം. ഞാൻ ഒരാളോട് നോ എനിക്ക് പറ്റില്ല എന്ന് ഞാൻ പറയില്ല, ഞാനത് ചെയ്യും. എൻ്റെ ജോലിയുടെ ഇടയിൽ കൂടെ ഞാൻ ആ കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ അണ്ണനും ഭയങ്കര വിഷമമായിരുന്നു ഞാൻ ഈ അഭിനയിക്കാതെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഏട്ടൊക്കെ പറഞ്ഞു, ഇനി നീ അഭിനയിച്ചില്ലെങ്കിൽ ഞാൻ അവിടെ വന്ന് അടിക്കുമെന്ന് പറഞ്ഞു. ആകാശവാണിയിൽ ഗ്രേഡഡ് ആർട്ടിസ്റ്റ് കൂടിയാണ്. ആകാശവാണിയിൽ ആദ്യം അഭിനയിക്കാൻ വന്ന ഓർമ്മകളും കൂടി ഒന്ന് പറയാമോ? തൃശ്ശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിക്കുമ്പോഴാണ്. അന്ന് എനിക്കൊരു വരുമാന മാർഗമായിട്ടാണ് ഞാൻ കണ്ടത്. അന്നത്തെ 50 രൂപയും കണ്ട കിട്ടുമായിരുന്നു. 50 രൂപ എന്ന് പറഞ്ഞാൽ വലിയ തുകയാണ്. അത് ശങ്കരപ്പിള്ള സാറ് പറഞ്ഞിട്ടാണ് അവിടെ ഓഡിഷന് പോയിട്ട് കിട്ടി. പിന്നെ അവരും നമ്മളോട് അന്ന് മണികണ്ഠൻ സാറും തങ്കമണി ചേച്ചിയാണ് നമ്മളോട് ഒരു വാത്സല്യമുണ്ട്. നമ്മുടെ കുട്ടികളല്ലേ, പഠിക്കുന്നവരല്ലേ. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഏതെങ്കിലും ഒരു നാടകം എന്തെങ്കിലും തരുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പഠിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ തിരുവനന്തപുരത്തോട്ട് മാറി. തിരുവനന്തപുരത്തോട്ടാണ് ഗ്രേഡൊക്കെ മാറ്റി തന്നതൊക്കെ. ഒരുപാട് വിശേഷങ്ങൾ ഇനിയും ചോദിക്കാനുണ്ട്, പറയാനുണ്ട്. അതെല്ലാം ഇനി അടുത്തൊരു സിനിമയുടെ ഡയറക്ടറുമായിട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ മാറ്റിവെക്കുകയാണ്. അത് ഉടനെ തന്നെ സംഭവിക്കട്ടെ. എല്ലാ ആശംസകളും. വളരെ നന്ദി. നിർമ്മാതാവും നാടകപ്രവർത്തകയും അഭിനേത്രിയുമായ സന്ധ്യ രാജേന്ദ്രൻ അതിഥിയായി പങ്കെടുത്ത ഞാൻ എൻ്റെ പ്രിയഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഞാൻ എൻ്റെ പ്രിയഗാനങ്ങൾ. നിർവഹണം മനീഷ് MP. നിർവഹണ സഹായം വിനോദ് പ്രഭാകർ.